കഥ ഭർത്താവ് ഭാഗം 79. രാവിലെ ശ്യാംസുന്ദറിൻ്റെ വീട്ടിലേക്ക് പോകാൻ ഗോപിനാഥൻ തയ്യാറായി നിൽക്കവേ പഞ്ചായത്ത് മെമ്പർ സുരേഷ് കുമാർ അയാളെ കാണാൻ അവിടേക്ക് വരികയുണ്ടായി. സുരേഷ് കുമാർ വന്നത് കണ്ട് ഗോപിനാഥൻ ബൈക്കിൻ്റെ ചാവിയുമായി പുറത്തേക്ക് വന്നു. ഗോപിച്ചേട്ടാ, ഒരു പ്രശ്നമുണ്ടല്ലോ. ഞാൻ ഈ വിഷയം ഇന്നലെ രാത്രി അവിടുത്തെ പഞ്ചായത്ത് മെമ്പറോടൊന്ന് ഫോണിൽ വിളിച്ചു സംസാരിച്ചായിരുന്നു. നമ്മൾ രണ്ടുപേരും നേരിട്ട് വീട്ടിലേക്ക് ചെല്ലുന്നതിൽ ഭേദമല്ലേ അദ്ദേഹം കൂടി നമുക്കൊപ്പം വരുന്നത് എന്ന് കരുതിയ ഞാൻ അദ്ദേഹത്തോട് ഈ വിഷയം സംസാരിച്ചത്. അദ്ദേഹം എന്തു പറഞ്ഞു സുരേഷേ? ഉദ്യോഗത്തോടെ ഗോപിനാഥൻ ചോദിച്ചു. നമുക്കങ്ങനൊരു താല്പര്യമുണ്ടെങ്കിൽ അവർ മുൻകൈയെടുത്ത് അതിന് വേണ്ടതെല്ലാം ശരിയാക്കി തരേണ്ടതാണ് എന്നാ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞത്. പക്ഷേ ഈ സാഹചര്യത്തിൽ ഗോപിച്ചേട്ടൻ അവിടേക്ക് വരാതിരിക്കുകയാ നന്നെന്ന ഭരതൻ മെമ്പർ പറഞ്ഞത്. ആ തലതെറിച്ച ചെക്കൻ്റെ കയ്യിലെയോ കാലിലെയോ ഒക്കെ പ്ലാസ്റ്റർ എടുത്തിട്ട് വീട്ടിൽ വിശ്രമത്തിലാണ് പോലും. അവൻ്റെ മുമ്പിലേക്ക് ഗോപിച്ചേട്ടൻ വന്നാൽ അവൻ്റെ പ്രായം അതാണേ. ഞാൻ ബാക്കി പറയണ്ടല്ലോ. സുരേഷ് കുമാർ അയാളെ അർത്ഥവത്തായി ഒന്ന് നോക്കി. അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ സുരേഷേ, അവർക്ക് വേണ്ടിയല്ലേ നമ്മൾ ഇതിന് ഇറങ്ങി പുറപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊരാൾ ചെല്ലാതിരുന്നാൽ എങ്ങനെ കാര്യം നടക്കുക? അവിടെയെല്ലാം കേട്ടുകൊണ്ടിരുന്ന ചന്ദ്രിക ചോദിച്ചു. സുരേഷ് കുമാർ അവർക്ക് നേരെ തിരിഞ്ഞു. ഗോപിച്ചേട്ടൻ വരേണ്ടെന്നേ പറഞ്ഞുള്ളൂ. അതിൻ്റെ അർത്ഥം ഈ വിഷയം സംസാരിക്കാനായി ആരും അങ്ങോട്ട് ചെല്ലേണ്ടെന്നല്ല. ഞാൻ പഞ്ചായത്ത് മെമ്പറേയും കൂട്ടി അവരുടെ വീട്ടിൽ ചെന്ന് സംസാരിച്ചാൽ മതിയല്ലോ. അവരെല്ലാം എഴുതി തയ്യാറാക്കി വെച്ചിട്ട് നമ്മൾ അറിയിക്കട്ടെ. വക്കീൽ ഓഫീസിലോ മറ്റെവിടെയോ ആണെങ്കിലും നമുക്ക് ചെന്ന് ഒപ്പിട്ട് കൊടുത്ത് ഒഴിവായാൽ പോരെ. അതിന് ഗോപിച്ചേട്ടൻ എൻ്റെ കൂടെ വന്നേ തീരൂ എന്നില്ലല്ലോ. അതാണ് ആർക്കും ബുദ്ധിമുട്ടല്ലാത്ത വശം എന്ന് ഗോപിനാഥൻ തോന്നി. എന്നത്തേക്ക് അങ്ങോട്ട് ചെല്ലാനാ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ സുരേഷിനോട് പറഞ്ഞിട്ടുള്ളത്? വെച്ചു താമസിപ്പിച്ചു കളയല്ലേ സുരേഷേ. അത് ശരിയായിട്ട് വേണം എനിക്ക് അവരുടെ കല്യാണം നാൾ നിശ്ചയിക്കാൻ. നമ്മളത് മാറ്റി കൊണ്ടുപോയാൽ സുരേഷിന് തിരക്കായി പോവുകയും ചെയ്യും, കാര്യം നടക്കത്തുമില്ല. ഗോപിനാഥൻ താൻ പറയുന്നത് ശരിയല്ലേ എന്ന അർത്ഥത്തിൽ ഭാര്യയെ നോക്കി. ഇനി അത് മാറ്റി വയ്ക്കുന്നില്ല ഗോപിച്ചേട്ടാ. എന്തായാലും ഞാൻ ഇറങ്ങി പുറപ്പെട്ടതല്ലേ. അവിടേക്ക് പോയി ആ ചടങ്ങ് തീർത്തിട്ട് പോന്നേക്കാം. എന്താ? വളരെ നന്ദിയുണ്ട് സുരേഷേ. നമുക്ക് എൻ്റെ ബൈക്കിൽ പോകാമല്ലോ. ഞാൻ അവരുടെ വീട്ടിലേക്ക് വരാതിരുന്നാൽ പോരെ. എനിക്ക് ഭരതൻ മെമ്പറുടെ വീട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പാതയോരത്തോ നിൽക്കുന്നതിൽ വിലക്കൊന്നുമില്ലല്ലോ. നിങ്ങൾ ചെന്ന് സംസാരിച്ചിട്ട് പോന്നോളൂ. അത് തരക്കേടില്ലാത്തൊരാശയമാണെന്ന് സുരേഷ് കുമാറിന് തോന്നി. സുരേഷ് കുമാർ അവിടെ നിന്ന് അപ്പോൾ തന്നെ ഭരതൻ മെമ്പറുമായി ഫോണിൽ സംസാരിച്ച ശേഷം ഗോപിനാഥൻ്റെ കൂടെ ശ്യാമിൻ്റെ നാട്ടിലേക്ക് തിരിച്ചു. മുകുന്ദൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് ആദ്യമായി ഗീതുവിനെയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അടുക്കളയിൽ മകളെയും മരുമകനെയും സൽക്കരിക്കാനുള്ള ഒരുക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് തങ്കമണി. തങ്കമണിക്ക് സഹായത്തിനായി സുന്ദരേശനും അവിടെ നിൽപ്പുണ്ട്. മരുമകൻ കൊണ്ടുവന്ന കുപ്പി തുറന്നിട്ടാണ് അയാൾ അവിടെ വന്ന് നിന്ന് സഹായിക്കുന്നതെന്ന് തങ്കമണിക്ക് അറിയാമായിരുന്നു. മുകുന്ദൻ വിനുവിൻ്റെ റൂമിൽ അവനുമായി സംസാരിച്ചിരിക്കുകയാണ്. അതിനടുത്ത ആഴ്ചയോ എറണാകുളത്തേക്ക് മടങ്ങിപ്പോകാനാണ് വിനുവിൻ്റെ തീരുമാനം. തങ്കമണി വാഴയിൽ പൊള്ളിച്ചെടുക്കുന്ന കരിമീൻ തിരിച്ചിട്ടും കൊണ്ട് നിൽക്കെ ഗീതു ഫോണിലേക്ക് നോക്കി കൊണ്ട് അവിടേക്ക് വന്നു. അമ്മേ, വന്നിട്ടുണ്ട്. അവർക്കുള്ള വക്കാലത്തും കൊണ്ട് വന്നിട്ടുള്ളതാ. ഏതോ രാഷ്ട്രീയക്കാരനാണ് തോന്നുന്നു. കൂടെ നമ്മുടെ മെമ്പറുമുണ്ട്. ആ വന്നവനാണോ അമ്മേ അവളെ രണ്ടാം കെട്ട് കെട്ടാൻ പോകുന്നെന്ന് പറഞ്ഞത്? കണ്ടിട്ട് ഒരു മൊഴി കുടിയൻ്റെ ലക്ഷണമുണ്ടല്ലോ. ഗീതു പറയുന്നത് കേട്ട് തങ്കമണി തലതിരിച്ച് അവളെ നോക്കി. അവരുടെ മുഖം നിമിഷ നേരം കൊണ്ട് മുറുകിക്കഴിഞ്ഞു. അവളുടെ വീട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ലേ? അങ്ങനെ പുറത്തുള്ള ആരെങ്കിലും വന്ന് സംസാരിക്കാനുള്ളതാണോ ഇക്കാര്യം? അതെങ്ങനെ ശരിയാകും? അവർ തോളിൽ കിടന്ന തോർത്തിൽ കൈ തുടച്ചും കൊണ്ട് പുറത്തേക്ക് പോകാൻ നേരം അമ്മയെ ഗീതു അവിടെ തടഞ്ഞു നിർത്തി. സമ്മതിച്ചു കേൾക്കുക നമ്മുടെ ശ്യാമേട്ടന് ജീവൻ കൊലയ്ക്ക് കൊടുത്തിട്ട് അങ്ങനെ അവൾ രണ്ടാം കെട്ട് കെട്ടി സുഖിക്കണ്ട. ഗീതു മുരണ്ടു. നീ മാറി നിൽക്ക്. എൻ്റെ കുഞ്ഞിൻ്റെ ജീവനെടുത്ത അവളെ ഞാൻ മധുവിധ് ആഘോഷിക്കാൻ വിടുന്നുണ്ട്. തങ്കമണി പല്ലുകൾ ഞെറുമിക്കൊണ്ട് മുൻവശത്തേക്ക് ചെന്നു. ഭരതനും സുരേഷ് കുമാറും പുറത്ത് നിൽക്കുകയായിരുന്നു. വീട്ടിൽ അതിഥികൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ ചേച്ചി. തങ്കമണി വരുന്നത് കണ്ട് പുറത്ത് കിടക്കുന്ന കാറിലേക്ക് നോക്കി ഭരതൻ പറഞ്ഞു. കയറി വാ മെമ്പറെ. അവിടെ നിന്നാ നിന്ന് കളഞ്ഞത്? ഇങ്ങോട്ട് ഇരിക്കാമല്ലോ. തങ്കമണി സിറ്റൗട്ടിൽ കിടന്ന കസേരയിലേക്ക് വിരൽ ചൂണ്ടി. സുരേഷ് കുമാറിനെയും കൂട്ടി അവിടെ വന്നിരുന്ന ശേഷം ഭരതൻ അയാളെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഞാൻ കരുതിയത് അവളെ സർവമാന ഇടങ്ങളിലും കെട്ടി എഴുന്നള്ളിക്കുന്ന ഒരാളുണ്ടല്ലോ, അവളുടെ ചെറിയച്ഛനോ വലിയച്ഛനോ ഏതോ ഒരുത്തൻ, അയാളും കൂടെ ഉണ്ടായിരിക്കുമെന്നാ. ഇന്നലെ രാത്രി ഭരതൻ മെമ്പർ എന്നെ വിളിച്ച് ഈ വിവരം അറിയിച്ചപ്പോൾ മുതൽ ഞാൻ നോക്കിയിരിക്കുന്നതാ ആ തെണ്ടി എൻ്റെ കയ്യിലൊന്ന് കിട്ടാൻ. വന്നില്ലേ അവൻ അല്ലേ? അവനറിയാം ഇങ്ങോട്ട് വന്നാൽ അവൻ രണ്ടു കാലിൽ നടന്ന് തിരിച്ചു പോകില്ലെന്ന്. തങ്കമണിയുടെ കണ്ണുകളിൽ പക തിളങ്ങുന്നുണ്ടായിരുന്നു. സുരേഷ് കുമാറും ഭരതനും മുഖത്തോട് മുഖം നോക്കി.
നാണമില്ലല്ലോ അവൾക്ക് കെട്ടിയോനെ കൊന്ന് കത്തിച്ചിട്ട് അവൻ്റെ ചിതയിലെ തീ കിടും മുമ്പേ വേറൊരുത്തൻ്റെ മുമ്പിൽ പോയി തലനീട്ടി നിൽക്കാൻ. ഇവളൊരു പെണ്ണാണോ ദൈവമേ? ലോകത്ത് പല പല പേഴ്ചവളുമാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ എൻ്റെ ദൈവമേ, ഇതിത്തിരി കഷ്ടം തന്നെ. ഇവൾക്ക് അവളുടെ കാമുകൻ്റെ കൂടെ പുറത്താൽ മതിയായിരുന്നെങ്കിൽ എൻ്റെ കൊച്ചിനെ എന്തിനാ പിടിച്ച് അതിൻ്റെ ഇടയിലേക്കിട്ടത്? ഇവൾക്ക് അങ്ങ് പോയാൽ പോരായിരുന്നോ ആ എംബോക്കിയുടെ കൂടെ? ഇതുപോലൊരു പിഴച്ച കൂട്ടത്തിനിടയിലാണല്ലോ ദൈവമേ എൻ്റെ കൊച്ചി ജീവനോടെ ചെന്ന് കയറി കൊടുത്തത്. തങ്കമണി നെഞ്ചിൽ കൈവച്ചു. എൻ്റെ ചേച്ചി, ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ ചേച്ചി? കാര്യം നടക്കാനുള്ളതെല്ലാം നടന്നു കഴിഞ്ഞില്ലേ? അതിൻ്റെ വിഷമം അവർക്കും കാണും, ഭരതൻ പറഞ്ഞു. വിഷമമോ? എന്തോന്ന് വിഷമം? അവൾക്കാണോ വിഷമം? അവൾക്ക് സന്തോഷമായി കാണുമെന്ന് പറയും മെമ്പറെ. അവൾക്ക് വിഷമം ലെവലേശമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കെട്ടിയവനും പെറ്റതള്ളയും ചത്തിട്ട് 1 വർഷമെങ്കിലും തികയും മുൻപേ മറ്റൊരുത്തൻ്റെ അന്തിക്കൂട്ട് തേടി പോകുമായിരുന്നോ? നാണം കെട്ടവള്. ആ പെങ്കൊച്ചിൻ്റെ സാഹചര്യം കൂടി നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടേ ചേച്ചി? സുരേഷ് കുമാർ പറഞ്ഞു. സാഹചര്യമോ? എന്തോന്ന് സാഹചര്യമെടോ? അവിടുത്തെ സംസാരം കേട്ടുകൊണ്ട് അപ്പോഴാണ് വിനുവും മുകുന്ദനും അങ്ങോട്ട് വരുന്നത്. വിനുവാണെങ്കിൽ ആകെ ദേഷ്യം പിടിച്ചിരിക്കുകയായിരുന്നു. ഒരു പാവം പിടിച്ച മനുഷ്യനെ ജീവനോടെ കൊത്തിയെരിഞ്ഞിട്ട് അതിന് കാരണക്കാരനെ അവളെ വന്നിരുന്നു ന്യായീകരിക്കുന്നു കണ്ടില്ലേ? നാണമുണ്ടോളോ നിനക്കൊക്കെ? നിൻ്റെയൊക്കെ വീട്ടിലാണ് ഇത് നടന്നിരുന്നെങ്കിൽ അവൾക്ക് വേണ്ടി നീയൊക്കെ ഇങ്ങനെ കൊടിയും പിടിച്ച് ജാഥ നയിച്ചു വരുമായിരുന്നോ? ആവശ്യം കൊള്ളാം. അവൾക്ക് സർവ്വകുരുക്കിൽ നിന്നും ഊരിപ്പോയി മറ്റൊരുത്തൻ്റെ കൂടെ പൊറുക്കണമല്ലേ പോലും. അമ്മേ, ജീവനുണ്ടെങ്കിൽ ഇതിന് സമ്മതിച്ചു കൊടുത്തേക്കരുത്. അവൻ അമ്മയ്ക്ക് നേരെ നോക്കി പറഞ്ഞു. വിനു നോക്ക്. ഭരതൻ എണീറ്റ് അവൻ്റെ മുമ്പിൽ വന്ന് അവൻ്റെ തോളത്തേക്ക് കൈവച്ചു. അവർ ഇങ്ങനൊരു കാര്യം പറഞ്ഞത് അവർക്ക് വേണ്ടിയല്ല. ആദ്യം നീ അത് മനസ്സിലാക്കി വിനു, അയാൾ പറഞ്ഞു. മെമ്പർ എന്ത് ഭ്രാന്തായി പറയുന്നത്? അവൾക്ക് വേണ്ടിയല്ലെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടിയ മെമ്പർ ഈ ആവശ്യവുമായി എൻ്റെ വീട്ടിലേക്ക് വന്നത്? അവൾക്ക് ഇന്ന് അവളുടെ കള്ളക്കാമുകൻ്റെ കൂടെ ജീവിക്കണമെന്ന് തോന്നിയപ്പോഴാണല്ലോ ഇങ്ങനൊരു ആവശ്യം വന്നതല്ലേ? അല്ലായിരുന്നെങ്കിലും ആ കുട്ടി ഇത് തന്നെ ചെയ്യുമായിരുന്നു. കാരണം ഇന്നും ഇന്നലെയും നാളെയും ആ പെൺകുട്ടി നിയമപരമായി ശ്യാംസുന്ദറിൻ്റെ ഭാര്യ തന്നെയാണ്. എന്ന് വെച്ചാൽ ഈ നിൽക്കുന്ന അമ്മയുടെ 3 മക്കളിൽ മൂത്തയാളുടെ ഭാര്യ എന്നർത്ഥം. നിലവിൽ ശ്യാംസുന്ദർ മരിച്ചു കഴിഞ്ഞെങ്കിലും ആ പെൺകുട്ടിക്ക് ഇപ്പോഴും വിനുവിൻ്റെ ചേട്ടൻ്റെ ഭാര്യ എന്ന പദവി തന്നെയാണ് ഉള്ളത്. അതായത് തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ഭർത്താവിന് എന്തൊക്കെ കിട്ടാനുണ്ടോ അതിനെല്ലാം ഇന്ന് അവകാശി ശ്രീലേഖ എന്ന പെൺകുട്ടിയാണ്. നിയമപരമായി അത് തടയാൻ ആരെക്കൊണ്ടും സാധ്യമല്ല എന്ന് മെമ്പർ ഒറ്റക്കങ്ങ് തീരുമാനിച്ചാൽ മതിയോ? അവൾ ഞങ്ങളുടെ ആരുമല്ലെന്ന് ഞങ്ങൾ പറഞ്ഞാൽ ആരുമല്ല, ശ്യാമേട്ടൻ്റെ ഭാര്യയാണ് പോലും. അതും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കാൻ പറയവരോട്. ഈ വളപ്പിനുള്ളിൽ അവളെ കാലുകുത്താൻ ഞങ്ങൾ സമ്മതിക്കില്ലല്ലോ. അവകാശമെന്ന ഭീഷണിയും കൊണ്ട് വന്നാൽ ഇവിടെയുള്ളതെല്ലാം വാരിക്കെട്ടിക്കൊണ്ട് പോകാമെന്നായിരിക്കും അവളുടെ കരുതലല്ലേ? വരാൻ പറയുക അവളോട് ഇങ്ങോട്ട്. അവൾക്കുള്ള വീതം ഇവിടിട്ട് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ. ഗീതവും ശത്രുപക്ഷത്തുനിന്ന മട്ടിൽ ഭരതന് മുമ്പിൽ നിവർന്നു നിന്നു. സുരേഷ് കുമാർ തങ്ങൾ വന്ന കാര്യം ഇവരെ പറഞ്ഞ് വീണ്ടും മനസ്സിലാക്കേണ്ടി വരുമല്ലോ എന്നോർത്ത് നെറ്റിയിൽ കൈത്താങ്ങി ഇരിക്കുകയാണ്. ഒരു നിസ്സാര സംഗതിയാണ് പക കൊണ്ട് വെല്ലുവിളിച്ച് ഇവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ശരിക്കും അവർ പറയുന്നതോ ചെയ്യുന്നതോ എന്താണെന്ന് അവർക്ക് പോലും അറിയുന്നുണ്ടാകില്ല. വിവരക്കേടെന്ന് വേണം ഇതിനെ വിളിക്കാൻ. ഇവർക്ക് താല്പര്യമില്ലെങ്കിൽ നമുക്ക് പോയേക്കാം മെമ്പറെ. നമ്മൾ ഇവിടേക്ക് വന്നത് നമുക്ക് വേണ്ടിയോ ശ്രീലേഖയ്ക്ക് വേണ്ടിയോ അല്ലെന്നും എല്ലാം ശ്യാംസുന്ദറിൻ്റെ വീട്ടുകാർക്ക് വേണ്ടി മാത്രമാണെന്നും എന്ന് ഇവർക്ക് മനസ്സിലാകുന്നോ അന്ന് ഇവർ നമ്മളുമായി ബന്ധപ്പെടട്ടെ. അല്ലാതെ നമ്മൾ എന്ത് പറയാനാ? സുരേഷ് കുമാർ ഇരുന്നിടത്തു നിന്നും എണീറ്റു. എന്തായാലും സാറന്മാർ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് അവളോട് ചെന്ന് പറഞ്ഞേക്ക് ഭർത്താവിന് കിട്ടേണ്ട അവകാശം നേടിയെടുക്കാൻ കോടതിയിലേക്ക് പോയിക്കോളാൻ. അവിടെ ചെന്നാൽ അധികം വാദമൊന്നും നടക്കാതെ അവൾക്ക് പെട്ടെന്ന് ജയിച്ച് കയറിപ്പോരാം. ഭർത്താവിൻ്റെ സ്വത്തിന് വേണ്ടി ഞാൻ അയാളെ അമ്മയെ കൊണ്ട് വെട്ടി കൊല്ലിപ്പിച്ചിട്ട് വന്നതാണെന്ന് പറഞ്ഞാൽ മതി. ജഡ്ജിക്ക് അത് പെട്ടെന്ന് മനസ്സിലായിക്കോളും. മാത്രമല്ല അവളുടെ വിഷമം കണ്ട് ശ്യാമേട്ടൻ്റെ മണ്ണെല്ലാം അവൾക്ക് കൊടുത്തുവെക്കാൻ വിധി വരികയും ചെയ്തോളും. പോകാം, ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. സുരേഷ് കുമാർ തിരിഞ്ഞു നടന്നപ്പോൾ അയാൾക്ക് പിന്നാലെ ഇറങ്ങിപ്പോരാതെ ഭരതനും തരമില്ലായിരുന്നു. അവർ ഭരതൻ്റെ വീട്ടിലേക്ക് വന്ന് ഗോപിനാഥനോട് വിവരം പറഞ്ഞു. ഇത്രയുമൊക്കെ വിവരക്കേടുള്ള മനുഷ്യരും ഈ ഭൂമിയിലുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അവർ മുൻകൈയെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങി പുറപ്പെട്ടു എന്നൊരു ഒറ്റ തെറ്റ് നമ്മുടെ ഭാഗത്തുള്ളൂ. ഭരതൻ ആരോടൊന്നില്ലാതെ പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് എന്താ ഉണ്ടാകേണ്ടത് മെമ്പറെ? ഭരതനെ നോക്കി ഗോപിനാഥൻ തിരക്കി. നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു കുടുംബത്തിൻ്റെ ഉപജീവനമാർഗമായിരുന്ന പശുവിനെ വരെ വിറ്റു തുലച്ച് കള്ളിനും പെണ്ണിനും വീതം വെച്ച് കെട്ടിയ പെണ്ണിൻ്റെ സ്വർണവും പണവും മുഴുവൻ ദൂർത്തടിച്ചു കളഞ്ഞ
അവൻ്റെ സ്വത്ത് ഒരു പൈസ കുറവില്ലാതെ തനിക്ക് കിട്ടണമെന്ന് ശ്രീലേഖ കോടതിയിലൊരു കേസ് ഫയൽ ചെയ്യുകയാണ് വേണ്ടത്. ഇവിടെ പക്ഷേ ആ പെൺകുട്ടിക്ക് അതിനുള്ള കഴിവില്ലാതെ പോയി. അതൊരു കഴിവുകേടായിട്ട് കാണുന്നതിലും നല്ലത് ആ പെൺകുട്ടിയുടെ മനസ്സിൻ്റെ നന്മയായി വേണം കാണാൻ. പറഞ്ഞിട്ടെന്താ ഫലമില്ല. ഭരതൻ കൈമലർത്തിക്കാട്ടി. നിങ്ങൾ ധൈര്യമായിട്ട് മുൻപോട്ട് പോവുക. നേരം കളയാതെ ആ പെങ്കച്ചിൻ്റെ കല്യാണം നടത്തി കൊടുക്ക്. ഇവരൊരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. ലോകത്ത് ആദ്യമായിട്ടൊന്നുമല്ലല്ലോ ഭർത്താവ് മരിച്ചുപോയ ഒരു സ്ത്രീ രണ്ടാമതൊരു കല്യാണം കഴിക്കുന്നത്. എല്ലാം മംഗളം തന്നെ ആയി നടക്കും. ഭരതൻ പറഞ്ഞു നിർത്തി. അയാളുടെ യാത്ര പറഞ്ഞ് ഗോപിനാഥനും സുരേഷ് കുമാറും മടങ്ങിപ്പോന്നു. നടന്നില്ലെങ്കിൽ വേണ്ട, വിട്ടുകളഞ്ഞേക്ക്. നമ്മൾ നമ്മുടെ കാര്യം നോക്കാം. ദൈവം വേറെന്തെങ്കിലും കണ്ടിട്ടായിരിക്കും ആ വിവരമില്ലാത്തവരെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത്. വിവരങ്ങൾ അറിഞ്ഞപ്പോൾ ചന്ദ്രിക പറഞ്ഞത് ഇങ്ങനെയാണ്. എന്നാൽ അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഗോപിനാഥൻ്റെ മൊബൈലിലേക്ക് സുരേഷ് കുമാറിൻ്റെ കോൾ വന്നു. ഗോപിച്ചേട്ടാ, ഒരു വിശേഷമുണ്ട്. അല്പം മുൻപ് എന്നെ ഭരതൻ മെമ്പർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ശ്യാമിൻ്റെ വീട്ടുകാർ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവരൊരു വക്കീലിനെ കണ്ട ശേഷം എന്താണ് വേണ്ടതെന്ന് അറിയിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അവരെല്ലാം ശരിയാക്കിക്കോളും. നേരെ ഗോപി, ഇവർക്ക് ആ ബുദ്ധി അപ്പോൾ തോന്നിയില്ലല്ലോ. ഇതാരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ശ്യാമിൻ്റെ സഹോദരിയുടെ ഭർത്താവായിരിക്കും. അയാൾ എല്ലാം കേട്ടുകൊണ്ട് നിന്നതല്ലേ. അതെന്തെങ്കിലും ആകട്ടെ, കാര്യം നടന്നു കിട്ടുമല്ലോ. നമുക്ക് അതുപോലെ. വളരെ നന്ദിയുണ്ട് സുരേഷ്. ഒരുപാട് ബുദ്ധിമുട്ടി സുരേഷ് ഞങ്ങൾക്ക് വേണ്ടി. അതൊന്നും സാരമില്ല ഗോപിച്ചേട്ടാ, അതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ. ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടതിനല്ലേ പൊതുപ്രവർത്തനം എന്ന് പറയുന്നത്. അയാൾ സന്തോഷത്തോടെ ഫോൺ വെച്ചു. 4 ദിവസങ്ങൾക്ക് ശേഷം എല്ലാം എഴുതി തയ്യാറാക്കിയ ശേഷം വക്കീൽ ഓഫീസിൽ നിന്ന് വിളിച്ചതിൽ പ്രകാരം ശ്രീലേഖ ചെന്ന് ശ്യാംസുന്ദറിനോടുള്ള സ്വത്തുവകകളുടെ തൻ്റെ എല്ലാ അവകാശങ്ങളും ഒഴിയുന്ന രേഖകളിൽ ഒപ്പുവെച്ചു കൊടുത്തു. തുടരും കഥയുടെ അടുത്ത ഭാഗം.